ഓണമൊക്കെ അടുത്ത് വരുമല്ലേ, കുറേ വിഭവങ്ങൾക്കൊപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാൻ 2 മാങ്ങയാട്ടോ എടുത്തിരിക്കുന്നത്. തൊലിക്ക് കയ്പുള്ളത് കൊണ്ട് അത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കയ്പില്ലെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ തൊലി എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒട്ടും നനവില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. വലിയ പീസസ് ആയിട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മൾ ഉപ്പ് മാത്രമാണ് പുരട്ടി വെക്കാറ്. പക്ഷെ നമ്മൾ ഇതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. ഉപ്പിൻ്റെ വെള്ളം ഇറങ്ങി വരുന്നത് വരെ നമുക്കിത് വെക്കണം. ഏകദേശം 2 മണിക്കൂർ കൂടിയൊക്കെ അത് ഇറങ്ങി വരും. പക്ഷെ ചിലരൊക്കെ 6 മണിക്കൂറും അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ്. എത്ര നേരം ഇതിങ്ങനെ വെക്കുന്നോ അത് അത്രയും നല്ലതാണ് കേട്ടോ. നല്ലെണ്ണയിലാണ് കേട്ടോ ഞാൻ കടുകും പൊടികളും ഒക്കെ വറുത്തെടുക്കുന്നത്. നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള അച്ചാറുകൾക്ക് നല്ലെണ്ണയായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലത്. ഇതിൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊന്നും ചേർക്കുന്നില്ല. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കടുക് പൊടി ഈ എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. പൊടികൾ ഇടുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് പൊടികൾ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ മുളക് പൊടിയേക്കാൾ കൂടുതൽ ഉലുവാപ്പൊടിയും കടുക് പൊടിയുമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ബ്രൗൺ കളറായിരിക്കും കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ വിനാഗിരി ചേർക്കണ്ട, അല്ലെങ്കിൽ ഈ പൊടികളിലൂടെ വിനാഗിരിയും കൂടെ തിളപ്പിച്ചെടുക്കും. ഉപ്പുവെള്ളത്തോടു കൂടിയുള്ള മാങ്ങാച്ചാർ ഇതിലേക്കിട്ട് ഇളക്കിയെടുത്ത് ഇഷ്ടമായ മാങ്ങാച്ചാർ റെഡി.